Dear students, the next topic we are going to discuss is random scan displays. In the last video, we discussed about the raster scan. Raster scan means ഒരു സ്ക്രീനിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഫുൾ പോയിൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യും. ദാറ്റ് മീൻസ് ആ ഫുൾ പോയിൻറ്റ്സിലോട്ട് ഇലക്ട്രോൺ ബീം വന്ന് ടച്ച് ചെയ്തിട്ട് അവിടുത്തെ ഇൻറ്റൻസിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കളറായിരുന്നു അവിടുത്തെ എമിറ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റാസ്റ്റേഴ്സ് റാൻഡം സ്കാൻ, ദ CRT വിൽ ഡയറക്ട്സ് ദ ബീം ഓൺലി ടു ദ പാർട്സ് ഓഫ് ദ സ്ക്രീൻ വേർ എ പിക്ചർ ഇസ് ടു ബി ഡ്രോൺ. നമുക്ക് ആ പിക്ചർ വരേണ്ടുന്ന ആ ഒരു പോർഷനിലോട്ട് മാത്രമേ ഇലക്ട്രോൺ ബീം വരൂ, ഇൻസ്റ്റെഡ് ഓഫ് സ്കാനിങ് ഓൾ ദ പോയിൻറ്റ്സ് ത്രൂ ഔട്ട് ദ സ്ക്രീൻ. സ്ക്രീനിലെ എല്ലാ പോയിൻറ്റ്സിലും ഇത് ചെക്ക് ചെയ്യത്തില്ല, ബീം വന്ന് ഇൻസിഡൻ്റ് ആവത്തില്ല. നമുക്ക് പിക്ചർ എവിടാണോ വേണ്ടത് ആ ഒരു പോർഷനിലോട്ട് മാത്രമേ ഇലക്ട്രോൺ ബീം വരൂ. ദാറ്റ് ഈസ് ഹിയർ ദിസ് ഇസ് ദ പിക്ചർ ടു ബി ഡ്രോൺ. സോ ദ ഇലക്ട്രോൺ ബീം, ദിസ് ദ ഇലക്ട്രോൺ ഗൺ. സോ ദ ബീം വിൽ ഫാൾസ് ഓൺലി ടു ദിസ് പോർഷൻ. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീമിൻ്റെ ടച്ചിങ് അല്ല വരുന്നത്, ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും ഇവിടെ നമുക്ക് പിക്ചർ ഡ്രോ ചെയ്യുന്നത്. സോ ഇൻ ദ റാൻഡം സ്കാൻ മോണിറ്റേഴ്സ് ഇറ്റ് ഡ്രോസ് എ പിക്ചർ വൺ ലൈൻ അറ്റ് എ ടൈം. മറ്റ് നമ്മൾ ഓരോ പോയിൻറ്റ്സ് ബൈ പോയിൻ്റ് ആയിട്ടായിരുന്നു പിക്ചർ ഇൻഫോർമേഷൻ എടുത്ത് ഓരോ പോയിൻറ്റിൽ പിക്ചർ ഇൻഫോർമേഷൻ എടുത്ത് അതിനെ ബേസ് ചെയ്തിട്ട് അവിടുത്തെ കളർ ലൈറ്റ് നമ്മൾ എമിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും പിക്ചർ ഇൻഫോർമേഷൻ എടുക്കുന്നത്. സോ റാസ്റ്റർ സ്കാനിൽ ഫ്രെയിം ബഫറിൽ ഓരോ പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിരുന്നു പിക്ചർ ഡെഫിനിഷൻ, അല്ലെങ്കിൽ പിക്സൽ വൈസ് ആയിരുന്നു പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ റാൻഡം സ്കാനിൻ്റെ കേസിലെ പിക്ചർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലൈൻ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഹിയർ ഇൻ ദ എക്സാമ്പിൾ നമുക്കൊരു ട്രയാങ്കിളാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ 3 ലൈൻസിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മുടെ ഫ്രെയിം ബഫറിലുള്ളത്. ദാറ്റ് മീൻസ് here the picture definition is now stored as a set of line drawing commands in an area of memory which is referred as refresh display file, display list, display program or simply the refresh buffer. Difference മനസ്സിലായോ? നമ്മുടെ raster scanന്റെ കേസിൽ refresh buffer or frame buffer means it contains the picture definition information. That is, picture definition means intensity information of each pixel or each point. Here in the case of random scan systems, the electron beam is directed only to the parts to which the picture is to be drawn. Here the refresh buffer consists of a set of line drawing commands. ലൈൻ വരയ്ക്കുന്ന കമാൻഡ്സ് ആണുള്ളത്. അതിനർത്ഥം നമ്മൾ ഇവിടെ പിക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറേ ലൈൻസിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. ആ ലൈൻസിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടുള്ള പിക്ചേഴ്സ് മാത്രമേ നമുക്ക് റാൻഡം സ്കാൻ ഡിസ്പ്ലേ വഴി ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. So here the refreshing rate also depends on the number of lines to be displayed. എത്ര ലൈൻസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടുത്തെ റിഫ്രഷിംഗ് റേറ്റും. ആൻഡ് ടു ഡിസ്പ്ലേ എ പർട്ടിക്കുലർ പിക്ചർ the system will cycles through the set of commands in the display file and drawing each component line in turn. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പിക്ചർ ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ റിഫ്രഷ് ബഫറിൽ പോയി ഓരോ കമാൻഡ്സ് 1 by 1 ആയിട്ട് ഡ്രോ ചെയ്യും. ഒരു കമാൻഡ് അവിടെ നിന്ന് റിട്രീവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഒരു ലൈൻ ആയിരിക്കും അവിടെ ഡ്രോ ചെയ്യുന്നത്. ആ ഒരു ലൈൻ അവിടെ ഡ്രോ ചെയ്യുന്നത് ആ ഒരു പോർഷനിലോട്ട് മാത്രം നമ്മുടെ ഇലക്ട്രോൺ ബീം വന്ന് ഡയറക്റ്റ് ആവും. നെക്സ്റ്റ് ലൈൻ ഡ്രോ ചെയ്യുന്ന കമാൻഡ് എടുക്കുന്നു, നെക്സ്റ്റ് ലൈൻ ഡ്രോ ചെയ്യുന്ന കമാൻഡ് എടുക്കുമ്പോൾ ആ ഇലക്ട്രോൺ ബീം അതിലെ പോർഷനിൽ മാത്രം വരുന്നു, ആ നെക്സ്റ്റ് ലൈൻ ഡ്രോ ചെയ്യുന്നു. നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് അടുത്ത ലൈൻ ഡ്രോ ചെയ്യുന്ന കമാൻഡ് ആയിരിക്കും. സോ അതിനെ ബേസ് ചെയ്ത ഇലക്ട്രോൺ ബീം ആ ഒരു പോർഷനിൽ മാത്രമായിരിക്കും അവിടെ വരുന്നത്. ആൻഡ് ഹിയർ ഓൾ ദ ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് ഹാസ് ബീൻ പ്രോസസ്ഡ്. ദ സിസ്റ്റം സൈക്കിൾസ് ബാക്ക് ടു ദ ഫസ്റ്റ് ലൈൻ. അതായത് ഒരു റിഫ്രഷ് ബഫറിൽ എത്ര ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് ഉണ്ടോ 1 by 1 ആയിട്ട് ഓരോ കമാൻഡ്സും എടുത്ത് കറസ്പോണ്ടിങ് ഓരോ ലൈൻ ഡ്രോ ചെയ്യും. ഫുൾ ലൈൻസ് ഡ്രോയിങ് കമാൻഡ്സും പ്രോസസ്സ് ചെയ്തതിന് ശേഷം വീണ്ടും എന്തായിരിക്കും ഫസ്റ്റ് ലൈൻ ഡ്രോയിങ് കമാൻഡ്സിലോട്ട് വീണ്ടും പോയിട്ടായിരിക്കും നമ്മുടെ അവിടെ റിഫ്രഷ് ചെയ്ത് വീണ്ടും ആ ഒരു പിക്ചർ വീണ്ടും ലൈൻ ബൈ ലൈൻ ആയിട്ട് വരയ്ക്കുന്നത്. ദെൻ ഹിയർ ആ ലൈൻ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും വരയ്ക്കും. അതായത് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നമ്മളിപ്പം ഈ ഒരു എക്സാമ്പിൾ ഡയഗ്രത്തിൽ കാണിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനൊരു ലൈൻ ഡ്രോ ചെയ്യുന്നത്. അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് യൂസ് ചെയ്ത് ലൈൻസ് ഏത് ഓർഡറിൽ വേണമെങ്കിലും വരയ്ക്കാം. ഹിയർ ദ റാൻഡം സ്കാൻ ഡിസൈൻസ് ആർ ഡിസൈൻഡ് ഫോർ ഓൺലി ലൈൻ ഡ്രോയിങ് ആപ്ലിക്കേഷൻസ് ആൻഡ് cannot be used to display the realistic shade designs. In the case of displaying realistic shaded screens, we can use only the raster scan system. So ഇവിടെ
നമ്മുടെ റാസ്റ്റർ സ്കാൻ്റെ റാൻഡം സ്കാൻ്റെ പ്രത്യേകത, നമ്മുടെ ഇലക്ട്രോൺ ബീം നമുക്ക് ഏത് പിക്ചർ എവിടാണോ ഡ്രോ ചെയ്യേണ്ടത് ആ ഒരു പോർഷനിൽ, സ്ക്രീനിൽ ആ ഒരു പോർഷനിൽ മാത്രമേ ഇലക്ട്രോൺ ബീം വന്ന് ടച്ച് ചെയ്യത്തുള്ളൂ. ഇവിടെ ലൈൻസ് ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. സോ ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് ആയിരിക്കും നമ്മുടെ റിഫ്രഷ് ബഫറിലുള്ളത്. സോ ഇത്രയും പോയിൻറ്റ്സാണ് ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്, മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഹിയർ ദ ഇലക്ട്രോൺ ബീം ഡയറക്ട്സ് ഓൺലി ടു ദ പാർട്സ് ഓഫ് ദ സ്ക്രീൻ വെർ എ പിക്ചർ ഇസ് ടു ബി ഡ്രോൺ. പിക്ചർ വരയ്ക്കേണ്ടുന്ന ആ ഒരു പോർഷനിൽ മാത്രമേ, സ്ക്രീനിലെ ആ ഒരു പോർഷനിൽ മാത്രമേ ഇലക്ട്രോൺ ബീം വന്ന് ടച്ച് ചെയ്യത്തുള്ളൂ. ലൈൻസ് മാത്രമേ ഇവിടെ വരയ്ക്കത്തുള്ളൂ. സോ ലൈൻ ഡ്രോയിങ് കമാൻഡ്സിന് വേണ്ടി മാത്രമേ, ലൈൻ ഡ്രോയിങ് ആപ്ലിക്കേഷൻസിന് വേണ്ടി മാത്രമേ നമ്മൾ ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്യത്തുള്ളൂ. ഇനി ഇതുപോലെ ഇവിടുത്തെ റിഫ്രഷ് ബഫറിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫയലിലെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് ആയിരിക്കും. ആ ഓരോ കമാൻഡ്സ് എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് ഓരോ ലൈൻ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. അതായത് ആ ഒരു പോർഷനിൽ മാത്രം നമ്മുടെ ഇലക്ട്രോൺ ബീം വന്ന് ടച്ച് ചെയ്യും. ഓക്കെ, താങ്ക് യു.